ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജ്ജുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയോട് സച്ചി വന്ന് പറയുകയാണ്, മോളെ ആ വീഡിയോ വൈറലായി, അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി, എന്താ സച്ചേട്ടാ ഇത് സസ്പെൻഡ് ചെയ്തെന്നോ? ഇനി എന്തായാലും കുറച്ച് ദിവസം അവൻ വീട്ടിൽ പോയി ഇരിക്കട്ടെ. എനിക്ക് സന്തോഷമായി രേവതി, സന്തോഷമായി. എന്റെ സച്ചേട്ട, എന്താ സച്ചേട്ടാ ഇതൊന്നും വേണ്ട. കാരണം ഇനിയും കൂടുതൽ വാശി വരികയല്ലേ ഉള്ളൂ അയാൾക്ക്. എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും തോന്നുന്നില്ല സച്ചേട്ടാ. ഓഹ് എന്റെ പൊന്ന് സച്ചേട്ട, അദ്ദേഹം മെഡിസിൻ മേടിക്കാൻ വരുമ്പോഴല്ലേ ഹെൽമെറ്റ് ഇടാൻ മറന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ആർക്കെങ്കിലും അസുഖം വല്ലതും കാണുമായിരിക്കും, പെട്ടെന്ന് മരുന്ന് എത്തിക്കേണ്ടി വരില്ലേ, ആ ഒരു വെപ്രാളത്തിൽ പറ്റിപ്പോയതായിരിക്കില്ലേ സച്ചേട്ടാ. സച്ചേട്ടൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് മോശമായി പോയി. ഓ, അങ്ങനെ പറ്റരുതല്ലോ. അങ്ങനെ പറ്റാൻ പാടുണ്ടോ? അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വേണ്ട വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ഫൈൻ അടപ്പിക്കത്തില്ലായിരുന്നോ അയാള്? സച്ചേട്ടാ, ഇതിന്റെ പേരില് ആ അദ്ദേഹത്തെ സസ്പെൻഡ് അല്ലേ ചെയ്തത്. ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല, ശാപം കിട്ടും. ഓ, അപ്പൊ അയാൾ എന്നോട് ചെയ്തതോ, എന്റെ അച്ഛനെ പറഞ്ഞതോ? അച്ഛനെ പറയുക മാത്രല്ല, അയാൾ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി എന്നെ ലോക്കപ്പിലിട്ടു, റെസ്റ്റോറന്റിൽ കയറി ആവശ്യമില്ലാതെ എന്നോട് വഴക്കുണ്ടാക്കി, വണ്ടി പിടിച്ചുകൊണ്ട് പോയി. ആ ദിവസം എത്ര മാത്രം നമ്മൾ വിഷമിച്ചത്, അതൊക്കെ നീ മറന്നോ? ഓഹ് എന്റെ സജ്ജേട്ടൻ, ഞാൻ അതൊന്നും മറന്നിട്ടൊന്നുമില്ല. അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ആ വിഷയമൊക്കെ അപ്പം വിടണമായിരുന്നു. അത് മനസ്സിലൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് ശരിയല്ല സച്ചേട്ടാ. ഓ, ഞാൻ കരുതി ഇത് അറിയുമ്പം നിനക്കും എന്നെ പോലെ സന്തോഷമാവുന്നു. ഇപ്പൊ നീയും എന്നെ കുറ്റപ്പെടുത്തുക. എന്നെ ദ്രോഹിച്ച ഏതൊരുത്തരും നീ സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഏയ്, സപ്പോർട്ട് ചെയ്തൊന്നും അല്ല. ഇത് കൂടുതൽ പ്രശ്നമാവുമല്ലേ ഉള്ളൂ. കൂനുമേൽ കുരു. അദ്ദേഹത്തിന് സച്ചേട്ടനോടുള്ള പക കൂടും. അദ്ദേഹം ഇനി അടങ്ങിയിരിക്കുന്ന സച്ചേട്ടന് തോന്നുന്നുണ്ടോ? കൂടട്ടെടി, പക കൂടട്ടെ. എന്റെ നേർക്ക് ഇങ്ങോട്ട് വരട്ടെ, അപ്പം വിവരം അറിയും. ഈ സച്ചി ആരാന്നേ കാണിച്ചു കൊടുക്കും. ഇതുവരെ ഈ സച്ചിനെ കണ്ടിട്ടില്ല. അയാൾ അടങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊള്ളാം. സച്ചേട്ടൻ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രേവതി. നീ എന്റെ കൂടെയാ നിൽക്കേണ്ടത്, അത് നീ മറക്കരുത്. എന്റെ സച്ചേട്ടാ, ഞാൻ സച്ചേട്ടന്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെയാ നിൽക്കുന്നത്? പിന്നെ ഭർത്താവിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കി തരുന്നവളാണ് യഥാർത്ഥ ഭാര്യ, നല്ല ഭാര്യ. അതുപോലെ തന്നെ അവള് പറയുന്നത് മനസ്സിലാക്കി തെറ്റ് തിരുത്തുന്നതല്ലേ നല്ല ഭർത്താവ്. മനസ്സിലായോ സച്ചേട്ടാ? ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്റെ പൊന്നോ, ഒരു ദേഷ്യക്കാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് കവളിലൊരു ഞുള്ളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ട്, അപ്പം സച്ചി ചിരിച്ചോണ്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുൺ ഭയങ്കര മേക്കപ്പൊക്കെയാണ് കേട്ടോ. കണ്ണാടി നോക്കിയിട്ടും അങ്ങോട്ടും മതി വരുന്നില്ല. കാരണം എന്താ, ഇന്ന് നമ്മുടെ സച്ചിൻ രേവതിയും വരികയല്ലേ അരുണിനെ കാണാനായിട്ട്. അങ്ങനെ അരുൺ എത്തി. നമ്മുടെ ദേവു ഉണ്ടായിരുന്നു. അപ്പം ദേവു ആണെങ്കിൽ ഒരു ധാവണിയൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പൊ ധാവണിയിൽ കണ്ടപ്പോഴത്തേക്കും അരുൺ, അശ്ശേട്ടാ ഇതാരിത്? ഇത് നമ്മുടെ സുന്ദരി കുട്ടിയോ? ഇതെന്തായാലും നീ ധാവണിയൊക്കെ കൊടുത്ത്. അത് പിന്നെ നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നതല്ലേ, അപ്പൊ ഞാൻ കരുതി ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ എന്ന്. അല്ല, എങ്ങനെയുണ്ട്? എന്തായാലും നന്നായിട്ടുണ്ട് ദേവു, സൂപ്പർ. അല്ല, അരുണേട്ടന്റെ ഡ്രസ്സും കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അരുൺ പറയുന്നതല്ല, അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുമോ? ഇറങ്ങി ഇപ്പൊ തന്നെ എത്തും. അല്ല, ഇതെന്താ ഈ കയ്യില്? അതെ, കുറച്ച് സ്വീറ്റ്സാ. നിന്റെ ചേച്ചി ചേട്ടനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പം വെറും കൈയോടെ വരാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുക്കണ്ടേ? അരുണേട്ടൻ സ്ട്രിക്റ്റ് ആയ ധൈര്യശാലിയായ ഒരു പോലീസ് ഓഫീസർ ആണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് എന്താ എന്റെ പൊന്നരുണേട്ട, ധൈര്യമൊക്കെ ചോർന്നു പോയോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയെ പോലെ നല്ല ടെൻഷനിലാണല്ലോ. അത് പിന്നെ ടെൻഷൻ കാണാതിരിക്കോ? ഭയങ്കര ടെൻഷനുണ്ട് അരുണേട്ടനെ കണ്ടാല് ഇഷ്ടാവോ, കുറ്റവും കുറവും ഒക്കെ പറയുവോ എന്നാണോ ടെൻഷന്? എന്നാലേ അത്രയ്ക്ക് ടെൻഷനൊന്നും വേണ്ടാട്ടോ. എന്റെ ചേച്ചിയും ചേട്ടനും കുറ്റം പറയത്തില്ല, നിങ്ങളെ ഭയങ്കര ഇഷ്ടാവും. പിന്നെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല അവര് വരുന്നത്. നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയാ എന്റെ ചേച്ചിയുടെ മനസ്സില്. നിങ്ങളെ കണ്ട ഉടനെ കല്യാണ മണ്ഡപം എപ്പോഴത്തേക്ക് ബുക്ക് ചെയ്യാം എന്നാണ് എന്റെ ചേച്ചി മിക്കവാറും ചോദിക്കുക. സച്ചേട്ടനും അങ്ങനെ ആയിരിക്കും. സച്ചേട്ടൻ എന്ന് പറയുന്നില്ല, ഏട്ടനും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളാം, ഞാൻ ഇപ്പോഴും ഓക്കെ, എപ്പോഴും ഓക്കെയാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നാളെ തന്നെ നമ്മുടെ കല്യാണം നടത്തും, അത് ഉറപ്പാ. അല്ല ദേവു, നമ്മുടെ കല്യാണത്തിന് അവര് ഓക്കെ പറയുന്ന ഉറപ്പല്ലേ? എന്താ സംശയം? അവർ ഓൾറെഡി ഓക്കെയാ, ഒന്ന് കണ്ടുറപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ലേ ഉള്ളൂ.
ഉം അവർക്ക് എന്നെ ഇഷ്ടാവോ? അരുണേട്ടനെ കണ്ട ആർക്കാ ഇഷ്ടാകാതിരിക്കുക അരുണേട്ട? അരുണേട്ടനെ പോലെയുള്ള ഒരാളെ ഇഷ്ടം ആകാതിരിക്കാൻ എന്ത് കാരണമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അരുണേട്ടനെ ഇഷ്ടാകും, ഒരുപാട് ഒരുപാട് ഇഷ്ടാകും. അത് പിന്നെ രാവിലെ മുതലേ ഒരു ചെറിയ ടെൻഷനുണ്ട്. അവരൊന്ന് വന്നു പോയാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഉം, നിന്റെ ചേച്ചിയെ കുറിച്ച് നീ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉം, ചേച്ചി വളരെ സോഫ്റ്റ് ആണ്. പക്ഷെ ഹസ്ബൻഡ് അതുപോലെ തന്നെയാണോ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ, എന്റെ അരുണേട്ടനെ പോലെ. മൂക്കിന്റെ തുമ്പത്താട്ടോ ദേഷ്യം, അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. വേറെ ഒരു പ്രശ്നമില്ല, എല്ലാം കൊണ്ട് ഡബിൾ ഓക്കെയാ. നമ്മുടെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തെ പോലെയാ കാണുന്നത്. എന്റെ സ്വന്തം അനിയത്തിയായിട്ടാ കാണുന്നത്. ശരത്തിനെ സ്വന്തം അനിയനായിട്ടും അത്രയ്ക്ക് സ്നേഹമാ. ആ അരുണേട്ടന് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടമാകും. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവും, കണ്ടോ, നോക്കിക്കോ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഏയ് നിക്ക്, നമുക്ക് ഒരു സെൽഫി എടുത്താലോ? എടുക്കാലോ. അങ്ങനെ അവരൊരു സെൽഫി ഒക്കെ എടുക്കാം കേട്ടോ ഫോണിലെ. ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രേവതി സച്ചി വരുന്നത് നോക്കി. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും പോകുന്നു. ഏതെങ്കിലും സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വെക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഒരു സാരി കൊടുക്കുന്നതിന് ഇത്രയും സമയം വേണം, നീ കാരണോ വൈകിയത്? അത് പിന്നെ ഇച്ചിരി വൈകി ഓർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, അവരുടെ കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനല്ലേ. അതൊക്കെ ശരിയാ. അല്ല, ദേവുവിന്റെ ചെക്കൻ എന്ത് വിചാരിക്കും? അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് മോശമല്ലേ? വെറുതെ അല്ല ഇപ്പൊ ചില പെണ്ണുങ്ങള് ജീൻസും ടോപ്പൊക്കെ ഇടുന്നത്, അതാകുമ്പോ വലിച്ചങ്ങ് കയറ്റിയാൽ മതിയല്ലോ. സാരി ഉടുക്കുന്ന പണിയുമില്ല, സമയം ലാഭവുമാണ്. ദേവ് കൊള്ളാം. അടിപൊളി. അവക്ക് വേണ്ട പയ്യനെ അവള് തന്നെ കണ്ടെത്തിയില്ലേ? അവളാണ് മിടുക്കി, അവള് സൂപ്പറാ. കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് നടന്നതാ എന്റെ പൊന്ന് സച്ചേട്ടാ. ആ പയ്യനെ അവളുടെ മനസ്സ് മാറ്റിയത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ആ പയ്യൻ എന്തായാലും മിടുക്കൻ തന്നെയാ, മിടുക്കൻ തന്നെയാ. അച്ഛനില്ലാത്ത കുടുംബമാണ്, നീയാണ് ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തി നോക്കേണ്ടത് എന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദേവുവിന്റെ കല്യാണം ഞാൻ നല്ല ഭംഗിയായിട്ട് നടത്തും രേവതി, അതെന്റെ കടമ തന്നെയാ. അല്ല രേവതി, നല്ല ചെറുക്കൻ തന്നെയല്ലേ? എന്താ സംശയം? ദേവുവിനെ എനിക്ക് വിശ്വാസം തന്നെയാ സച്ചേട്ടാ. അവന് അനുയോജ്യനായ നല്ലൊരാളെ തന്നെയായിരിക്കും അവള് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുക. ശരിയാ, അവള് ബുദ്ധിമതി തന്നെയാണ്. അവൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരിക്കും, നാനാ സൈഡും. ഇനി അവന് നമ്മളെയൊക്കെ ഇഷ്ടാവോന്നാ എന്റെ സംശയം എന്ന് സച്ചി. അപ്പൊ രേവതി ചോദിച്ചു, അതെന്താ സച്ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, അവന് നല്ല വിദ്യാഭ്യാസം ഒക്കെ കാണുമല്ലോ, നല്ല ജോലിയും ഉണ്ട്. എനിക്കാണ് വലിയ പഠിപ്പൊന്നുമില്ലല്ലോ, അതും കൊണ്ടാ. എന്റെ പൊന്നു സച്ചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പഠിപ്പ് നോക്കിയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്. നല്ല സ്വഭാവം ഉണ്ടായാൽ മാത്രം മതി. എന്റെ സച്ചേട്ടാ, അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ സച്ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? തനി തങ്കപ്പെട്ട സ്വഭാവമല്ലേ എന്റെ സച്ചേട്ടന്റെ? രേവതി, നീ സത്യമാണ് ഈ പറയുന്നത്. പിന്നല്ലാതെ. കുറച്ചു നേരം സച്ചേട്ടനോട് ഒരാൾ സംസാരിച്ചിരുന്നാല് പിന്നെ അവര് സച്ചേട്ടനെ മറക്കുകയേയില്ല. എന്താന്നറിയില്ല, അറിയാതെ അങ്ങ് നമ്മുടെ സച്ചേട്ടനെ ഇഷ്ടപ്പെട്ടു പോവും. അപ്പോഴത്തേക്ക് സച്ചി ഭയങ്കര സന്തോഷമായിട്ടോ. സച്ചി ഒരു നല്ല ചിരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്റെ പൊന്നോ, ദേവുവിനെയും അരുണിനെയും കാണാനായിട്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവു നമ്മുടെ അരുണിനോട് കഥകളെല്ലാം പറയാണ്, സച്ചിയുടെയും രേവതിയുടെയും. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഇന്ന് അവരെ പോലെ സ്നേഹത്തോടു കൂടി കഴിയുന്ന വേറെ ഭാര്യമാരൊന്നും കാണാൻ വഴിയേ ഇല്ല. നീ പറഞ്ഞപ്പോ തന്നെ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഫാനായിട്ടോ ഞാന് എന്ന്. അതായത് കല്യാണത്തിന്, അതായത് നമ്മുടെ രേവതിക്ക് സച്ചിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന കല്യാണമാണല്ലോ, അതൊക്കെയാണ് അരുൺ പറഞ്ഞത് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചി ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി കേട്ടോ. വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, ഇതെന്തിനാ സച്ചേട്ടൻ ഇവിടെ വണ്ടി നിർത്തിയത്? അത് പിന്നെ അവനെ ആദ്യമായിട്ട് കാണുന്നല്ലേ, അപ്പൊ നമുക്ക് അവനെന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ, വല്ല സ്വീറ്റ്സും വല്ലോ നമുക്ക് മേടിക്കാം. നീ ഒരു കാര്യം ചെയ്യുന്നു, വിളിച്ച രേവതിയോടല്ല ദേവുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അത് പിന്നെ വേണ്ടെന്നേ, സച്ചേട്ടന് ഇഷ്ടമുള്ളത് മേടിക്കാൻ, അത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് അവന് ഇഷ്ടമാണെന്നുണ്ടോ രേവതി? നീ ദേവുവിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി എന്ത് ചെയ്തു, നേരെ ദേവുവിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവും അരുണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഫോൺ റിങ് കേൾക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു, അയ്യോ ഇത് ചേച്ചിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ എടുത്തോട്ടോ. ഫോൺ എടുത്തിട്ട്, ഹലോ, എന്താ ചേച്ചി, പറ ചേച്ചി. അത് പിന്നെ മോളെ, നിങ്ങള് ക്ഷേത്രത്തിൽ എത്തിയോ? എപ്പോഴേ എത്തി, ഞങ്ങൾ എത്തിയിട്ട് കുറെ നേരമായി, നിങ്ങൾ എത്താറായോ? ഞങ്ങൾ എത്താറായി മോളെ. അതെ, കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അതെ, നിന്റെ ചെറുക്കന് ഇഷ്ടമുള്ള സ്വീറ്റ്സ് എന്താണെന്ന് ചോദിക്കാന് സച്ചേട്ടൻ പറഞ്ഞു, അതാ വിളിച്ചത്. നീ ഒന്ന് അവനോട് ചോദിക്ക്. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ ദേവ് ചോദിച്ചു, അതെ അരുണേട്ട, ഏത് സ്വീറ്റ്സാ ഇഷ്ടം? അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ പറഞ്ഞു, എനിക്ക് മൈസൂർ പാക്കാ ഇഷ്ടം എന്ന്. അപ്പം
ദേവു പറഞ്ഞു മൈസൂർപ്പാക്ക ഇഷ്ടമെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ ശരി, ഞങ്ങളെ അത് മേടിച്ചിട്ട് വരാമേ, പെട്ടെന്ന് എത്തൂട്ടോ എന്ന് പറഞ്ഞ് രേവതി ഫോണും കട്ട് ചെയ്തു. എന്നിട്ട് രേവതി പറഞ്ഞു, അത് സച്ചേട്ടാ മൈസൂർപ്പാക്ക ഇഷ്ടന്ന്. എന്നാ പിന്നെ ദീപ നമുക്ക് പോയി മേടിച്ചിട്ട് വരാം. വേണ്ട സച്ചേട്ടാ, ഞാൻ ഇവിടെ ഇരിക്കാം, സച്ചേട്ടൻ പോയി മേടിച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പോവുകയാണ് കേട്ടോ മേടിക്കാനായിട്ട്, മൈസൂർപ്പാക്ക് മേടിക്കാനായിട്ട്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും മോനെയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ മോൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിരിക്കുക കേട്ടോ, ഞാൻ ഭക്ഷണം കഴിക്കില്ല, എനിക്ക് വിശക്കുന്നില്ല എന്ന്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്, മോനെ കഴിക്ക്, ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മേനെ വിളിച്ച് പറയും കേട്ടോ എന്നൊക്കെ. ആ കുട്ടി കഴിക്കുന്നതേ ഇല്ല കേട്ടോ ഭക്ഷണം. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മ, ഇവന്റെ ഒരു കാര്യം, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ശ്രുതിനെ ഒന്ന് വിളിച്ച് പറയാം, അത് തന്നെയാ നല്ലത് എന്ന്. കുറെ നാളായില്ല ഇവരെ കാണിച്ചിട്ട്, ഇന്നാണ് കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം ഇവരെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ എന്ത് ചെയ്തു, നേരെ എടുത്ത് ശ്രുതിനെ ഫോൺ വിളിക്കാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, വിളിച്ചിട്ടും ശ്രുതി ഒട്ട് ഫോണ് എടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഓർത്തു, എന്നാ പിന്നെ മീരേനെ വിളിച്ചൊന്ന് നോക്കിയാലോ, ഇതെന്താ ഈ ശ്രുതി ഫോൺ എടുക്കാത്തതെന്ന്. അങ്ങനെ മീരേനെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീര എന്ത് ചെയ്തു, ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു. അപ്പോഴത്തേക്കും എടുത്തോട്ട് വിമല ആന്റി ആണല്ലോ എന്ന് പറഞ്ഞെടുത്തു. അന്ന് ചോദിച്ചു, ഹലോ ആന്റി, എന്താ ആന്റി? അത് പിന്നെ മോളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ മീരെ, അതാ ഞാൻ നിന്നെ വിളിച്ചത്. അവള് കുഞ്ഞിനെ കാണാൻ വന്നിട്ട് എത്ര ദിവസമായെന്നറിയാമോ? അവൻ നേരെ വണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കുട്ടികളുടെ കൂടെ കളിക്കാനും പോകുന്നില്ലെന്നേ. അവൻ ഇങ്ങനെ ഒരു മാതിരി ഇരിക്കുകയാണ്. സ്കൂളിൽ അവനെ കുറിച്ച് എപ്പോഴും പരാതിയാണെന്നേ. ഞാൻ എന്താ വേണ്ടത് എനിക്കറിയില്ല എന്റെ പൊന്നു മീരെ. ശ്രുതി വരുന്നില്ല, ഞാൻ വിളിച്ചാല് അവള് ഫോണും എടുക്കുന്നില്ല. എന്നാല് അവള് ഇങ്ങോട്ടൊന്ന് വിളിക്കുവോ, അതും ഇല്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇവന്റെ കാര്യം സ്കൂളിൽ പോയി സംസാരിച്ചേ പറ്റൂ. എന്നെ കൊണ്ട് വയ്യ മോളെ, ഞാൻ മടുത്തു. അത് പിന്നെ അവള് ചെറിയ പ്രശ്നത്തില് ആന്റി, അതാ അവള് വിളിക്കാത്തത്. എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് ഫോൺ മേടിച്ചു കേട്ടോ നമ്മുടെ ശ്രുതി. ഫോൺ അങ്ങ് മേടിച്ചിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. ശ്രുതിയെ മീരയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കുക ചെയ്തത്. പാവം അമ്മശോ, കട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ മീരേനെയും ശ്രുതിനെ കാണിക്കുക. ശ്രുതി പറഞ്ഞു, അല്ല നീ എന്തിനാ അമ്മയോട് ഇതൊക്കെ പറയാൻ പോയത്? എനിക്കറിയായിരുന്നു അമ്മയാണെന്ന്, അതാ ഞാൻ പിടിച്ചു മേടിച്ച് കട്ടാക്കിയത്. വേണ്ട, അമ്മയോട് ഇതൊന്നും പറയണ്ട, നീ എല്ലാം പറയാൻ പോവായിരുന്നല്ലേ മീര. അത് പിന്നെ അമ്മേനെ ഇതൊന്നും അറിയിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് എപ്പോഴാണെങ്കിലും അറിയേണ്ടതല്ലേ ശ്രുതി. ഇല്ല വേണ്ട, അമ്മ ഒരിക്കലും ഇത് അറിയരുത്, അമ്മയ്ക്കിത് വിഷമാവും. മാത്രമല്ല ശരിയല്ലത്. അത് പിന്നെ നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താ? അതുകൊണ്ടല്ലേ ആന്റി എന്നെ വിളിച്ചത്. കുറെ പരാതി പറഞ്ഞു, നീ കുഞ്ഞിനെ കാണാൻ പോകുന്നില്ല, അമ്മേനെ വിളിക്കുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ പിന്നെ എന്താടി ഇത്? അത് പിന്നെ എന്റെ മാനസികാവസ്ഥ നിനക്കറിയത്തില്ലേ മീരെ. ഞാൻ അവിടെ പോയി അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാം അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകും. എന്തിനാ വെറുതെ അമ്മേനെയും കൂടെ വിഷമിപ്പിക്കുന്നത്? എടി, ആദ്യം ഭക്ഷണം കഴിക്കുന്നില്ല, തീരെ ഉറങ്ങുന്നില്ല, കുട്ടികളോടൊത്ത് കളിക്കാൻ പോകുന്നില്ല, സ്കൂളില് അവനെ കുറിച്ച് പരാതികളാണത്തെ, ഭയങ്കര പരാതികള്. എല്ലാത്തിനും കാരണക്കാരി ആരാടി? നീ അല്ലേ? ഒന്ന് പോയി കണ്ട എന്താടി അവരെ? നടന്നത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് പോയി കണ്ടൂടെ? നീ വീട്ടിൽ പോയി അവരുടെ കൂടെ ഒരു 2 ദിവസം താമസിച്ചിട്ട് വാ, അപ്പൊ അവർക്ക് സന്തോഷാവൂലോ. നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ഞാന് അടുത്ത ദിവസം തന്നെ പോകാം, അതുപോലെ. അവിടെ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കയറണം എന്നുള്ള ചിന്തയാടി നമ്മുടെ ചന്ദ്രോദയത്ത്. അതിനിടയിൽ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. അത് വേറൊന്നും കൊണ്ടും അല്ലടി, അതങ്ങനെയാണ്. എന്റെ മാനസികാവസ്ഥ അങ്ങനെയായി പോയി. അല്ല, എന്റെ അമ്മയ്ക്ക് നല്ല വിഷമമായി കാണൂല്ലേ? പോയി ഒന്ന് സമാധാനിപ്പിക്കണം. കാര്യം അറിയാതെ ഫോണും കട്ടായല്ലോ. ഒന്ന് പോണം, ഉടനെ തന്നെ പോണോടി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതിനെ സച്ചിനെ അങ്ങനെ മൈസൂർ പാക്കൊക്കെ മേടിച്ചിട്ട് രേവതി സച്ചിയും വീണ്ടും കൂടെ യാത്രയാവുകയാണ് നമ്മുടെ അരുണിനെ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു രേവതിയോട്, എടി സുന്ദരനാണോ ദേവുവിന്റെ ചെക്കൻ? ഞാൻ കണ്ടിട്ടില്ലെന്നേ, ഒരു ഫോട്ടോ പോലും എന്നെ കാണിച്ചിട്ടില്ല സച്ചേട്ടാ. അല്ല, സുന്ദരനായിരിക്കും അല്ലേ? ആയിരിക്കും, പക്ഷേ സച്ചേട്ടാ ഒരു കാര്യമുണ്ട്, സച്ചേട്ടനെക്കാളും സുന്ദരനാകാൻ ചാൻസ് ഇല്ല. എന്നെക്കാളും സുന്ദരനാകാൻ ചാൻസ് ഇല്ലെന്നോ? സച്ചേട്ടനെക്കാളും സുന്ദരനായിട്ട് ഈ ലോകത്ത് ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? അല്ല രേവതി, നീ ആക്കിയതാണോ എന്നൊരു സംശയം. അല്ല, ഭർത്താവിനോട് സ്നേഹമുള്ള എല്ലാ ഭാര്യമാർക്കും അവരുടെ ഭർത്താക്കന്മാരാണ് ഏറ്റവും സുന്ദരനായിട്ട് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. എന്നാ പിന്നെ ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്റെ ഭാര്യ രേവതിയാണ്, രേവതി. മതി മതി മതി, വേഗം വിട അവരെ, അവിടെ വെയിറ്റ് ചെയ്യാ. ഓക്കെ ഓക്കെ, നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞിട്ട്
വേഗം പോവാണ് കേട്ടോ. ഏതായാലും പിന്നെയും കാണിക്കുന്നത് ദേവുവിനെയും അരുണിനെയും തന്നെയാണ്. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ് കേട്ടോ, അമ്പലത്തിന്റെ സൈഡിൽ കൂടെയൊക്കെ. എന്റെ കല്യാണം വേണ്ടാന്ന് ഓർത്തിരുന്നത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ദേവു. എന്ന് ഞാൻ നിന്നെ കണ്ടോ അന്നെല്ലാം മാറി. അന്ന് ഞാൻ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചു. ഇന്നിപ്പൊ നിന്നെ കുറിച്ചും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും മാത്രം എന്റെ ചിന്ത. ഞാനും അരുണേട്ടനെ പോലെ തന്നെ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് നടന്നതാണ്. പക്ഷെ അരുണേട്ടനെ കണ്ടതോടെ ആ തീരുമാനമൊക്കെ മാറി. ഇപ്പം അരുണേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ. അല്ല, കല്യാണത്തിന് ശേഷമുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും? നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ടുണ്ട്, പ്ലാൻ ഉണ്ട്. എന്നാ പിന്നെ എന്താ പ്ലാന്? ഞാനൊന്ന് കേക്കട്ടെ. അതിപ്പൊ പറഞ്ഞ അരുണേട്ടൻ ഞെട്ടു, പേടിക്കും. അതുകൊണ്ട് കല്യാണത്തിന് ശേഷം പറയാ. ഓ, അത്രമാത്രം വലിയ പ്ലാൻസ് ആണോ? അതെ. എന്നാ പിന്നെ വേണ്ട, നീ പറയണ്ട. അല്ല, ഈ കല്യാണത്തിന് ശേഷം ഈ ഹണിമൂൺ എവിടെയായിരിക്കണം? അതെന്തായാലും ഇപ്പൊ പറയണം, പറഞ്ഞേ പറ്റൂ. നീ എവിടെ പോണെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ പോയിരിക്കും. ഞാൻ പറയോ സച്ചേട്ടാ? അല്ല, സച്ചേട്ടൻ എന്നല്ല, അരുണേട്ടാ എവിടെ പോണെന്ന് ഞാൻ പതുക്കെ പറഞ്ഞാ പോരെന്ന്. എന്നാലും ഈ സമയത്ത് അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിർത്തിയിട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സച്ചിൻ രേവതി. അങ്ങനെ രേവതി സച്ചി കയറി വന്ന സമയത്താണ് രേവതി ഓർക്കുന്നത്, അയ്യോ എന്റെ ഫോൺ ഞാൻ വണ്ടി വെച്ച് മറന്നു, സച്ചേട്ട ഒന്ന് പോയി എടുത്തോണ്ട് വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ ഫോണല്ലേ, അവിടെ എങ്ങാനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, അയ്യോ എനിക്ക് സച്ചേട്ട ഒരു 100 കോളെങ്കിലും വരും. എപ്പോഴും എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വിളിക്കും സച്ചേട്ട, അറിയാലോ സച്ചേട്ട, മറ്റേ ഓർഡർ കിട്ടിയോണ്ടേ അവരൊക്കെ എപ്പോഴും വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ, ഓ നീ വലിയ ബിസിനസ്സുകാരിയാണല്ലോ, അത് ഞാൻ മറന്നുപോയി രേവതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതിയോട് തന്നെ കീ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അരുണിന് ഒരു കോള് വന്നു. അരുണും ആ കോള് വിളിച്ചോണ്ട് ഇങ്ങനെ മാറി അങ്ങോട്ട് നിൽക്കുക. അപ്പൊ അരുൺ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ട് മാറി നിൽക്കുന്നു ദേവുവിന്റെ അടുത്തുനിന്ന്. അപ്പൊ സച്ചി ഇങ്ങനെ നമ്മുടെ രേവതി വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. രേവതി ഫോൺ എടുക്കാൻ പോയതാണല്ലോ. അപ്പോഴത്തേക്കുമാണ് കണ്ണുടക്കി നമ്മുടെ അരുണിനെ കണ്ടു സച്ചി. അതുപോലെ തന്നെ സച്ചിനെ അരുൺ കണ്ടു. അപ്പൊ ഏതോ ഒരു അമ്പലത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ നമ്മുടെ സച്ചി. അപ്പൊ അങ്ങനെ കരുതിയുള്ളൂ. ദേവുവിന്റെ ചേട്ടനാണ് എന്നിങ്ങനെ അറിയത്തില്ലല്ലോ, കണ്ടതല്ലേ ഉള്ളൂ. ഏതായാലും കണ്ട ഉടനെ തന്നെ നമ്മുടെ അരുണ് സച്ചിനെ ഇങ്ങനെ അടിപൊളി നോക്കിയിട്ട് നേരെ ദേവുവിന്റെ അടുത്ത് വന്നു. അപ്പൊ ദേവ് വന്നപ്പോഴത്തേ ദേവിനെ കണ്ടപ്പോ മനസ്സിലായി, മുഖമൊക്കെ ഏതാണ്ട് പോലെ ഇരിക്കുന്നു. അപ്പൊ ദേവി ചോദിച്ചു, എന്ത് പറ്റി? ആകെ ഡള്ളായിട്ട് ഇരിക്കുകയാണല്ലോ, എന്താ സച്ചേട്ട പറ്റിയത്? അല്ല, സച്ചേട്ടൻ എന്നല്ല, അരുണേട്ട പറ്റിയത്. കുറച്ചു മുമ്പ് കണ്ട ആളെ അല്ല. അത് പിന്നെ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആര്? എന്നോട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാന് ഇപ്പൊ സസ്പെൻഷനിലാവാൻ കാരണം തന്നെ അവനാണ്. അവൻ വന്നിട്ടുണ്ട്. ഓ, ഞാൻ എവിടെ ചെന്നാലും അവനുണ്ടാവൂലോ, എന്റെ ദൈവമേ. അരുണേട്ട, അത് വിട്. ഇത് ക്ഷേത്രമല്ലേ, ആർക്കും വരാം, ആർക്കും പോകാം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അരുണേട്ട. അവര് വന്ന ഉടനെ നമുക്ക് അവരെയും കൂട്ടി വല്ല ഹോട്ടലിലേക്കും പോകാം, അവിടെ ഇരുന്ന് സംസാരിക്കാം, അതുപോലെ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അരുണേട്ടൻ ഈ മസിലൊക്കെ വീട് മൂടൗട്ട് ആകാതെ അരുണേട്ടൻ ഇങ്ങ് വന്നേ. ചുമ്മാ നേരത്തെ കണ്ട അരുണേട്ടനല്ല കേട്ടോ ഇത്. എനിക്ക് എന്തോ പോലെ തോന്നുന്നു, അരുണേട്ടൻ ഇങ്ങനെ കൊള്ളത്തില്ല. അരുണേട്ട, ഡ്യൂട്ടിയും ഇതൊക്കെ പിന്നെ മതി. ഇപ്പൊ നമ്മുടെ വിവാഹകാര്യം പറയാൻ പോലെ ഇങ്ങ് വരാൻ പറഞ്ഞ് ദേവു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിക്കും ദേഷ്യം. സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഷിയോ, ഇവനെ ആണല്ലോ ഞാൻ ഏത് നേരവും കാണുന്നത്, ഇവനെ എപ്പോഴും കാണുകയാണല്ലോ എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യം വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി ഫോണൊക്കെ ആയിട്ട് വന്നു, ഫോണൊക്കെ എടുത്തോണ്ട്. അപ്പം സച്ചിനെ കണ്ടത്, ഇത് എന്ത് പറ്റി സച്ചേട്ടാ? സച്ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെ ശരിയാവത്തില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. എന്ത് പറ്റി സച്ചേട്ടാ, ഇവിടെ ശരിയാവത്തില്ലെന്നോ? ഞാൻ പറയുന്ന കേക്ക്, നീ അവരെ വിളിച്ച് വരാൻ പറ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാം. ഓ, എന്താ സച്ചേട്ട പ്രശ്നം? അത് പറ, എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അത് പിന്നെ ആ പോലീസുകാരനില്ലേ, അവൻ ഇവിടെയുണ്ട്, ആ അരുണ്. ഓ, അരുണോ? വന്ന ഉടനെ അവന്റെ മുഖമാണ് ഞാൻ കണ്ടത്. വേണ്ടായിരുന്നു, ഉണ്ടായിരുന്ന സന്തോഷം മുഴുവൻ അങ്ങോട്ട് തൊലഞ്ഞു പോയി. നമുക്ക് ഇവിടുന്ന് പോകാൻ രേവതി, ശരിയല്ല, ഇവിടെ നിൽക്കണ്ട നമുക്ക്. ദേ, ആ പോലീസുകാരൻ ഇവിടെ ഉണ്ടെന്ന് കരുതി നമ്മൾ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ശരിയാവില്ല രേവതി, ശരിയാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അവൻ വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ മിണ്ടാതിരിക്കുവോ? ഞാനും എന്തെങ്കിലും പറയുമല്ലേ അവനെ? ഞാനും ഇടപെടും. പിന്നെ ദേവുവിനും ചെക്കനും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോ അത് മോശമായ കാര്യമല്ലേ. അതുകൊണ്ട് വേണ്ട, എന്നാ രേവതി നമുക്ക് എങ്ങോട്ടേലും പോകാന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്ന് സച്ചേട്ടാ, ആ കാര്യമൊക്കെ വീട്. അയാള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നമുക്കിപ്പോ എന്താ, നമുക്ക് കാണാൻ പോകാം അവരെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അരുണും എന്തോ ഒരു വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വീണ്ടും നമ്മുടെ ദേവു ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ അരുണേട്ടാ ഇത്, വേണ്ട, ആ കാര്യമൊക്കെ വീട്, മറക്ക, ഇപ്പൊ അവര് വരൂലോ എന്നൊക്കെ ഇങ്ങനെ പറയാ. അപ്പൊ നമ്മുടെ രേവതി സച്ചിനെയും പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ഒരു മറവിൽ നിന്നാണ് അരുൺ ഒരു മറവിൽ നിൽക്കുന്നു, നമ്മുടെ ദേവു ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നു. അപ്പൊ ആ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ സച്ചിൻ രേവതിയും.
അപ്പൊ ഉടനെ കയറി വന്നിട്ട് നമ്മുടെ സച്ചിൻ ദേവതി ദേവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. ഏതായാലും ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ അരുണ് നിപ്പുണ്ട്. അരുണിനെ കാണുന്നില്ല വന്ന ഉടനെ കേട്ടോ. എന്താ ഒന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നമുക്ക് ഇന്ന് രാത്രി കാണാം കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.